ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്ക റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയും സവോളയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് 2 തക്കാളി, പഴുത്ത തക്കാളിയും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവോളയും കൂടെ മുറിച്ച് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്രൗൺ കളറിൽ നന്നായിട്ട് ഫ്രൈ ആയി മുരിഞ്ഞ് വരണം ഈ ഉള്ളി. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കൈവിടാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് കിട്ടും നമ്മുടെ ഉള്ളി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അതുപോലെ അങ്ങനെ നമ്മൾ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ചേർക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി മൊത്തം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊരു എളുപ്പ പണിയാണ്. ഇത് നമ്മൾ സ്റ്റവ് കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നതിന് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂണ് ഗരം മസാല, അതേപോലെ തന്നെ 1 സ്പൂണ് ചിക്കൻ മസാല. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ കുഴച്ച് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു 10 മിനിറ്റ് കുറച്ച് നേരം അടച്ച് വെക്കണം. പക്ഷെ അതിന് മുമ്പ് നമ്മളിനി ഒരു ഐറ്റം കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലകളൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ അവസാനമാണ് ഇതിലോട്ട് കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുരുമുളക് പൊടി ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടി അവസാനമാണ് ചേർക്കുന്നത്. ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് എടുത്ത് നിൽക്കാനായിട്ടാണ്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുഴച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ചിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിനി വെള്ളമൊന്നും തന്നെ ഇതിൽ ഒഴിക്കുന്നില്ല. ഈ എണ്ണയും അതേപോലെ തന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഇറങ്ങി വരും. അതിൽ നിന്ന് മാത്രം മതി നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ അധികം വെള്ളം ഒഴിച്ച് ഇത് ഒരുപാട് ഗ്രേവി ടൈപ്പ് പോലെയല്ല, ചിക്കൻ ചുക്ക ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ആ ഓയിലിൽ കിടന്ന് തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് മൂടി വെച്ചതിന് ശേഷം ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ ഓയിലും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് നമ്മളത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി വെച്ച് ഇളക്കി കൊടുത്ത് നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ട ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ചുകൂടെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ കണ്ട ചിക്കനൊക്കെ ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 5-10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കൂടി പോയാൽ ഒരു 20-25 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അല്ല നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്ല കറി പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂട്ടി അതുപോലെ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് ഇത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ചുക്ക റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.